C Programming Lab for Complementary Papers. Okay, dear students, today we will discuss about the program to check whether the given string is palindrome or not. String palindrome. Palindrome എന്നുള്ള കൺസെപ്റ്റ് അറിയാവോ? എന്തായിരുന്നു? ഒരു സ്ട്രിങ് ഇതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാലും റൈറ്റിന് ലെഫ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം സ്ട്രിങ് ആയിട്ടാണ് വായിക്കുക. ഓക്കെ, നോക്കിയേ, മാം MAM തിരിച്ചു വായിച്ചാലും മാം ആണ് കിട്ടുക. അതുപോലെ വേറെ ഒന്ന് മാഡം, മാഡം MADAM, മാഡം. വേറൊന്ന് നൂൺ, നൂൺ NOON, നൂൺ. ഇതെല്ലാം ഇതുപോലെ കിട്ടുക. മലയാളം. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാലും റൈറ്റും ലെഫ്റ്റ് റീഡ് ചെയ്താലും സെയിം സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുക. അത്തരം പാലിൻഡ്രോം എന്നാണ്, സ്ട്രിങ് പാലിൻഡ്രോം. അത് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കാം, കോഡ് നോക്കാം. കോഡ് നോക്കിയേ, ഹാഷ് കോഡ് stdio.h ഹാഷ് കോഡ് string.h ഇന്റെ മെയിൻ ക്യാരക്ടർ അറേ ഒരു str 100 കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറേ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സ്ട്രിങ് റീഡ് ചെയ്യണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ദെൻ ലെങ്ത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഫ്ലാഗ് നമ്മൾ സെറ്റ് ചെയ്യാം. ഒരു ജസ്റ്റ് ഒരു ടെമ്പററി വേരിയബിൾ പോലെ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫ്ലാഗ് =0 ഇനീഷ്യലൈസ് ചെയ്തു. ഫ്ലാഗ് =0. ദെൻ ക്ലിയർ സ്ക്രീൻ ചെയ്തതിനു ശേഷം പ്ലീസ് എൻ്റർ എനി സ്ട്രിങ്, ഒരു സ്ട്രിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ സ്ട്രിങ് ഒരു വേർഡ് ആയിരിക്കും. അത് എന്തായിരിക്കും? പാലിൻഡ്രോം ആയിരിക്കാം, അല്ലെങ്കിൽ പാലിൻഡ്രോം അല്ലായിരിക്കാം. ഒരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ദെൻ ആ ടൈപ്പിൽ വാല്യൂ റീഡ് ചെയ്യാനാണ് ഗെറ്റസ് കൊടുത്ത്. ഗെറ്റസ് str സ്ട്രിങ് ഫംഗ്ഷൻ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. string.h കൊടുത്തില്ലേ, അതുകൊണ്ട് തന്നെ സ്ട്രിങ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഡാറ്റ ആഡ് ചെയ്ത് റീഡ് ചെയ്തു. str 100 ഡാറ്റ സ്റ്റോർ ചെയ്തു. പിന്നെ അതിന്റെ ലെങ്ത് കാണിക്കണം. len strlen ഒരു ഫംഗ്ഷൻ ആണ്, സ്ട്രിങ് ഫംഗ്ഷൻ strlen അതിന്റെ ലെങ്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. അത് എവിടെ സ്റ്റോർ ചെയ്തു? len സ്റ്റോർ ചെയ്തു. ഇനി ആ അറയിലുള്ള ഡാറ്റ റീഡ് ചെയ്യാണ്. ഇനി റീഡ് ചെയ്യുക i=0, i< len then i++. ഇതോടുകൂടെ ഡാറ്റ ആക്സസ് ചെയ്തു. ക്ലിയർ അല്ലേ? then ഇവിടെ നോക്കിയേ, ഫോർ i=0, i<len i++. ഇതൊരു അറേ ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അറേന്നുള്ള ഡാറ്റ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, കണ്ടന്റ് നോക്കി, ഇഫ് stri not equal to strlen -i-1. ഇതെന്തെങ്കിലും മനസ്സിലാക്കുക. ഫസ്റ്റ് stri എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണല്ലേ, ഫസ്റ്റ് വാല്യൂ ഇവിടെ കിട്ടി. ഫസ്റ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു എല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഏത് വേണ്ടിട്ട്? str ബ്രാക്കറ്റിനകത്ത് len i-1. len എന്ന് പറഞ്ഞ ലെങ്ത് ആണ്. ലെങ്ത് ഇവിടെ സപ്പോസ് 10 ആണ് വാല്യൂസ് നേർക്കുക. 10 ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു അറയിൽ. അപ്പൊ അതിൽ ഫസ്റ്റത്തെ ലെറ്റർ ആണ് ഇവിടെ വരിക, എൻ്റർ ചെയ്ത് കൊടുത്ത്. നമ്മൾ എക്സാമ്പിൾ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യാതിരിക്കുക. മലയാളം. അപ്പൊ മലയാളത്തിലെ ഫസ്റ്റ് വേർഡാണ് M. ഈ M ആയിരിക്കും ഫസ്റ്റത്തെ. M എന്ന് പറഞ്ഞ ഈ ഒരു ലെറ്റർ ആയിരിക്കും എവിടെ വരിക? ഈ ഒരു ഭാഗത്ത് വരിക. M, ഈ ഒരു സ്ട്രിങ് stri എന്ന് പറഞ്ഞ ഭാഗത്ത് M നോട്ട് ഈക്വൽ ടു. ഇനി ഇവിടെ LE എന്ന് പറഞ്ഞ ലാസ്റ്റ് ലെറ്റർ വരും. ലെങ്ത് എത്ര വരും? ഇവിടെ 9 വാല്യൂസ് ഉണ്ട് അല്ലെ. അപ്പൊ 9 ആണ് ലെങ്ത് വരിക. LE എന്നല്ലേ 9. 9 - i എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. അപ്പൊ 9 - 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ കിട്ടുക. ദെൻ -1 ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ -1 റെഡ്യൂസ് ചെയ്താൽ 8 വരും അല്ലെ. അതായത് അറേ ഇൻഡെക്സിൽ 8. അറേ ഇൻഡെക്സിൽ 8 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഈ M എന്ന് പറഞ്ഞാൽ 0 വരിക. 1 2 3 4 5 6 7 8 ലാസ്റ്റ് വാല്യൂ കിട്ടി. ക്ലിയർ അല്ലേ? അതായത് ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടെ, ലാസ്റ്റ് വാല്യൂയും കൂടെ എന്ത് ചെയ്യുക? കമ്പാരിസൺ നടത്തുക. ഫസ്റ്റ് വാല്യൂ ലാസ്റ്റ് വാല്യൂ അത് രണ്ടും ഈക്വൽ അല്ല എന്നുള്ള കേസാണ്. നോട്ട് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക. നോട്ട് ഈക്വൽ ആണോ? അല്ലല്ലോ, ഈക്വൽ അല്ലേ. അപ്പൊ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല, ഈ ഒരു ഭാഗം വർക്ക് ചെയ്യില്ല. വീണ്ടും അടുത്ത ഇറ്ററേഷൻ വരും. നെക്സ്റ്റ് ഇറ്ററേഷൻ എന്തായിരിക്കും? i=1 വരും. അപ്പൊ ഇവിടെ i=1 കിട്ടി. ഈ ഒരു പോർഷനിലോ ലെങ്ത് 9 ആണ്. 9 - 1 അപ്പൊ എത്രയായി? 8 ആയി. 8 - 1 എന്ന് പറഞ്ഞപ്പോൾ 7 ആയി. അതായത് സെക്കൻഡ് വാല്യൂ ഈ M എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂ, M എന്നാണ് ഈ ഒരു വാല്യൂ, ഇവിടുത്തെ M ശേഷം വന്ന A എന്നാണ് വാല്യൂ, ഇവിടെ M ശേഷം വന്ന A ആണ് വാല്യൂ. ഇത് രണ്ടും ഈക്വൽ അല്ലയോ എന്ന് ചോദിക്കാണ്. നോട്ട് ഈക്വൽ ടു എന്ന കേസ്. അപ്പൊ വീണ്ടും അത് രണ്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റത്തെ വാല്യൂ ലാസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ സെക്കൻഡ് ലാസ്റ്റ് വാല്യൂ, തേർഡ് വാല്യൂ തേർഡ് ലാസ്റ്റ് വാല്യൂ. ഇത് ഇങ്ങനെ ഓരോന്നും കമ്പാരിസൺ നടത്തും. ഇതൊന്നും ഈക്വൽ അല്ല എങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിലോ ഇതൊന്നും വർക്ക് ആവില്ല. ഓട്ടോമാറ്റിക് എവിടെ വരും? ഈ ഫ്ലാഗ് =0 സെറ്റ് ചെയ്യും. ഫ്ലാഗ് നേരത്തെ എന്തായിരുന്നു? 0 ഇവിടെ കൊടുത്തിരുന്നു, ഓൾറെഡി 0 കൊടുത്തിരുന്നു. അപ്പൊ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഫ്ലാഗ് =1 വരും. ഈക്വൽ അല്ല, അപ്പൊ ആ ഒരു കേസിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഈ ഒരു ഭാഗത്ത് വരും, ഇവിടെ. അപ്പൊ ഇതൊന്നും ഈ വ്യത്യസ്തമായ നമ്പേഴ്സ് അല്ല, രണ്ടും ഈക്വൽ ആണ് എല്ലാ കേസിലും വരുന്നത്. ഈക്വൽ ആയതുകൊണ്ട് തന്നെ എന്ത് വരും? പേഴ്സൻറ്റേജിൽ ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയതാ പാലിൻഡ്രോം ആണെന്ന് പ്രിന്റ് ചെയ്ത് വരും. =0 എന്ന കേസ് വരും. കാരണം ഇവിടെ ഫ്ലാഗ് =1 ആയി സെറ്റ് ചെയ്യണ്ടാവും അല്ലെ. ഫ്ലാഗ് =1 ആയി സെറ്റ് ചെയ്തുകൊണ്ടാണ്. ഈക്വൽ അല്ല എങ്കിൽ ഫ്ലാഗ് =1 വരും. ഇത് രണ്ടും ഈക്വൽ ആണ്. M ഈക്വൽ ആണ്, A ഈക്വൽ ആണ്, L ഈക്വൽ ആണ്. ഇത് ഓരോന്നും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനിലോട്ട് വരില്ല, ഈ ഒരു ഭാഗത്തോട്ട് വരില്ല. കറക്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ ഇവിടുന്ന് പുറത്ത് വരും. ഇവിടെ =0 ഫ്ലാഗ് =0 സെറ്റ് ചെയ്യും. അതോടുകൂടെ പാലിൻഡ്രോം ആണ് പ്രിന്റ് ചെയ്ത് വരും.
ഈ സപ്പോസ് ഇവിടെ ഞാൻ ഇവിടെ ഈ ലാസ്റ്റ് എക്ക് പകരം ഇവിടെ ഒരു പി എന്ന ലെറ്റർ ഉപയോഗിക്കാം പി. അപ്പൊ സെക്കൻഡ് ലെറ്ററും സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററും ചെക്ക് ചെയ്യുമ്പോൾ ഈക്വൽ അല്ല അല്ലെ. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആയി. ഇഫ് എ നോട്ട് ഈക്വൽ ടു പി ആണല്ലോ, ആണ് ട്രൂ, കണ്ടീഷൻ ട്രൂ. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. ഫ്ലാഗ് ഈക്വൽ ടു 1 സെറ്റ് ചെയ്യും, ഇതിന് ബ്രേക്ക് ആവും. ഫ്ലാഗ് ഈക്വൽ ടു 1 സെറ്റ് ചെയ്താൽ അവിടെ വരിക, ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇവിടെ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണ്, ഈ ഒരു എൽസ് പാർട്ട് വർക്ക് ചെയ്യും. എൽസ് എന്ത് എഴുതിയാലും നോക്കിയേ, എൽസ് ചെയ്ത കണ്ടന്റ് നോട്ട് പാലിൻഡ്രോം എന്ന് എഴുതിയുള്ളത്. ക്ലിയർ അല്ലേ? ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് എൻ്റർ എ സ്ട്രിങ്. ഞാൻ മാഡം എന്ന് ടൈപ്പ് ചെയ്തു. മാഡം ഇതൊരു പാലിൻഡ്രോം ആണല്ലേ, ഈസ് എ പാലിൻഡ്രോം. വേറെ നോക്കിയേ, നൂൺ പാലിൻഡ്രോം. ഞാൻ വേറൊന്ന് എൻ്റർ ചെയ്താക്കാം, ഗുഡ് എന്ന് എൻ്റർ ചെയ്തു. ഇത് പാലിൻഡ്രോം ആണോ? അല്ലല്ലോ, നോട്ട് എ പാലിൻഡ്രോം. ഒന്നുകൂടെ മലയാളം, മലയാളം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാലിൻഡ്രോം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.